ആനിമൽസിന്റെ ഡേ. അപ്പൊ ഇന്ന് നമ്മുടെ ജീവികൾ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ഈ ജീവികളുടെ കാര്യവും എല്ലാ കാര്യങ്ങളും ചോദിക്കും. അതിനാണ് ഈ ഉത്തരം. അപ്പൊ നമുക്ക് ഇന്ന് ആനിമൽസിന്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ ഞാനൊരു കരടി എടുത്തിട്ടുണ്ട്. ഈ കരടിയുടെ കാര്യം നമുക്ക് പാവമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ കാര്യം എന്തായാലും നമ്മൾ സ്നേഹപ്പെടുത്തും. ഈ വലിയ കരടിക്ക് നമ്മളെ വല്ലാതെ ശല്യം ചെയ്യും. ഈ വലിയ കടിയാണെങ്കിൽ നമ്മളെയൊക്കെ വല്ലാതെ ശല്യം ചെയ്യും. നമ്മൾ കാട്ടിലൊക്കെ പോയാൽ പല ജീവികളൊക്കെ ഉണ്ടായതിന് നമ്മളെ കടിച്ച് നമ്മുടെ തോതൊക്കെ കയറത്തില്ലേ. അങ്ങനത്തെ ഒരു ജീവിക്ക് അല്ല ഇത് നമ്മുടെ കരടിയാണ്. കരടി നമ്മൾ ശല്യം ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ തൊലിയൊക്കെ കടിച്ച് പറിച്ച് കളയുന്നതല്ല. ഇതാണ് കരടി നമ്മൾ ശല്യം ചെയ്യുന്ന. അപ്പോൾ ഈ കരടിനെ ഞാൻ ഇവിടെ ഇരിക്കുക. ഈ കുഞ്ഞു കരടിയാണ് പാവമായത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ആനിമൽസിന്റെ ആണെന്ന് വിചാരിച്ചാണ് ഈ ആനിമൽസിന്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. നമുക്ക് ക്യാറ്റിനെ കുറിച്ചിട്ട് അറിയാൻ പറഞ്ഞാലോ. ക്യാറ്റ് നമ്മുടെ ക്യാറ്റിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കണമെങ്കിൽ എങ്ങനെയാണ്? ക്യാറ്റ് നമ്മളെ എടുത്ത് മാറ്റുമെന്ന് അറിയാലോ. അപ്പൊ നമ്മളെ കുട്ടികളെ എന്ന് വിളിച്ചിട്ട് അവർ കേൾക്കത്തില്ല. അവർ പൂച്ചെന്നെടുക്കുമ്പോ പൂച്ചയാണെങ്കിൽ അവിടെ ദേഹം എല്ലാം വാങ്ങിപ്പിടിക്കും. പിന്നെ അവരെ ആശുപത്രി കൊണ്ടുപോകും. പിന്നെ തിരിച്ച് കെട്ടത്തുമില്ല ഒന്നും. ആനിമൽസ് ആണെങ്കിലേ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എനിക്കെല്ലാം മതി. പിന്നെ ഞാൻ ആനിമൽസിന്റെ എല്ലാം പഠിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് എനിക്ക്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ആനിമൽസ് ഡേ എന്നാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ക്യാറ്റല് നമ്മുടെ ഇത് എനിക്കൊരു ക്യാറ്റിന്റെ ഒരു കുഞ്ഞു ടോയ് ഉണ്ട്. എനിക്ക് എന്തോരം ടോയ് ഇല്ല, ടോയ്സ് ഉണ്ട്. കുറെ ടോയ്സ് ഒക്കെ ഉണ്ട്. ആ ടോയ്സിൽ ഒരാൾ നമ്മളെ വെറുതെ ശല്യം ചെയ്യും. അതാരാന്ന് അറിയാമോ? നമ്മളെ വെറുതെ ശല്യമാ ചെയ്യുന്നത്. ശല്യം മാത്രമല്ല, അത് കടിച്ചു പറിക്കും. അതാരാന്ന് ചോദിച്ചാൽ ആരത്? അത് കടുവയാ, വലിയ കടുവ. ആ കടുവ എന്ത് ചെയ്യും? നടന്നു വരുന്ന കുട്ടിയെ ഇത് പിടിച്ചെടുത്തുകളെ. അതാണ് ഇത് കഥ. ആ കഥയിൽ ആരാ ആ കുട്ടിയുടെ ഈ തൊലിയൊക്കെ പിടിച്ചു കളഞ്ഞത്? അതത് കടുവയ്ക്കാണ് ഈ ശല്യം കൂടുതല്. അപ്പൊ നമുക്ക് ഈ കടുവേനെ അടുത്ത് ഒന്നും പോവാനും പാടില്ല. ക്യാറ്റിന്റെ അടുത്തും പോവാൻ പാടില്ല. അടുത്ത് മുയലോ തത്തയോ അല്ലെങ്കിൽ കാക്കയോ എന്തെങ്കിലും അടുത്ത് പോയാൽ മതി. ബേഡ്സിന്റെ അടുത്ത് മാത്രം പോയാൽ മതി. അല്ലെങ്കിൽ വല്ലാതെ ശല്യം.